വിശദമായ വാർത്തകളിലേക്ക് കടക്കുകയാണ്. എറണാകുളം പിറവത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞ് 2 അതിഥി തൊഴിലാളികൾക്ക് ദാരുണാന്ത്യം എന്ന വാർത്ത വരുന്നു. കൊൽക്കത്ത സ്വദേശികളായ ഗൗർ, സുബ്രതോ എന്നിവരാണ് മരിച്ചത്. കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് നീക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. എസ് ശ്യാംകുമാർ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്യാംകുമാർ, ഇത് എപ്പോഴാണ് സംഭവിച്ചത്? എന്താണ് അപകടത്തിനു കാരണമായത്? ഇന്ന് വൈകിട്ട് 6 മണിയോടെയാണ് പിറവത്തിനടുത്ത് പേപ്പതി എന്ന് പറയുന്ന സ്ഥലത്ത് ഈ സംഭവം ഉണ്ടാകുന്നത്, ഈ ദുരന്തം ഉണ്ടാകുന്നത്. മണ്ണ് നീക്കം ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ, അവർ കൊൽക്കത്ത സ്വദേശികളാണ്, മണ്ണിനടിയിൽ പെടുകയുമായിരുന്നു. ഇതിൽ 2 പേരുടെ മരണമാണ് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കൊൽക്കത്ത സ്വദേശികളായ ഗൗർ, സുബ്രതോ എന്നിവരുടെ മൃതദേഹമാണ് മണ്ണിനടിയിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നത്. 3ാമത്തെ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണ്. നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന സ്ഥലത്ത് മേൽമണ്ണിന് കനമില്ലാത്തതാണ് മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ ഇടയാക്കിയതെന്നുള്ളതാണ് പ്രാഥമിക നിഗമനം. നിലവിൽ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ 3ാമത്തെ ആളെ രക്ഷപ്പെടുത്താനുള്ള ശ്രമങ്ങൾ അതിവേഗത്തിൽ തന്നെ അവിടെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, എസ് ശ്യാംകുമാറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. എറണാകുളം പിറവത്താണ് ദാരുണമായി സംഭവമുണ്ടായത്. നിർമ്മാണ പ്രവർത്തനങ്ങൾക്കിടെ മണ്ണിടിഞ്ഞാണ് അപകടമുണ്ടായത്. 2 പേർ അതിഥി തൊഴിലാളികളാണ് മരിച്ചത്. വന്യജീവി സംഘർഷം സംസ്ഥാനം നേരിടുന്ന പ്രത്യേക ദുരന്തമായി പ്രഖ്യാപിക്കാൻ മന്ത്രിസഭയുടെ തീരുമാനം. പ്രതിരോധ നടപടികളിൽ വനംവകുപ്പിനൊപ്പം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഭാഗമാകും. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിക്കും. മുഖ്യമന്ത്രി അധ്യക്ഷനായാണ് സംസ്ഥാനതല സമിതി. നഷ്ടപരിഹാര തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകും. ഇതിനുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം നേരിടാൻ കിഫ്ബിയിൽ നിന്ന് 110 കോടി രൂപ കൂടി അനുവദിച്ചു. പ്രതിഷേധം തുടരുന്നതിനിടെ അക്രമകാരിയായ കാട്ടുപോത്തിനെ വെടിവെച്ചു കൊല്ലാൻ പ്രിൻസിപ്പൽ ചീഫ് കൺസർവേറ്റർ ഉത്തരവിട്ടു. ഉത്തരവിന്റെ പകർപ്പ് 24 ലഭിച്ചു. അതേസമയം സംസ്ഥാന സർക്കാരിന് മുന്നറിയിപ്പുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമിജിയോസ് ഇഞ്ചനാനിയൽ രംഗത്തെത്തി. വന്യജീവി ആക്രമണത്തിന് പരിഹാരമുണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കും. ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ ഞങ്ങൾ തന്നെ വെടിവെക്കും. ഉറപ്പുകൾ പാലിക്കുന്നതുവരെ കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ഉപവാസ സമരം തുടരും. ധൈര്യമുണ്ടെങ്കിൽ കേസെടുക്കാനും ബിഷപ്പിന്റെ വെല്ലുവിളി. നമ്മുടെ കൃഷിയിടങ്ങൾ സംരക്ഷിക്കാൻ ഒരു സർക്കാർ നമ്മൾ ആവശ്യമില്ല, ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം. ഞങ്ങളുടെ കൃഷിയിടങ്ങളിലേക്ക് കടന്നു വരുന്ന മൃഗങ്ങളെ കൈകാര്യം ചെയ്യുവാനുള്ള അനുവാദം മാത്രം ഞങ്ങൾക്ക് തന്നാൽ മതി. അത് ഞങ്ങൾ ഇവിടെ ചെയ്തുകൊള്ളാം. ഇതാണ് സർക്കാരിനോട് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. സർക്കാർ ഞങ്ങൾക്കത് നൽകിയില്ലെങ്കിൽ ഒരു ദിവസം പ്രഖ്യാപിച്ച് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ പ്രദേശങ്ങളിൽ ഇറങ്ങി ഞങ്ങൾ വെടിവെച്ച് കൊല്ലുക തന്നെ ചെയ്യും. ഞങ്ങൾ അവരെ കൈകാര്യം ചെയ്യും. ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും കടന്നു വരാൻ ഈ പ്രദേശത്ത് നിന്ന് ഒരടി കടക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് തന്നെ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. രാഹുൽ സുരേഷും ഷഫീദ് റാവുത്തറും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം രാഹുൽ സുരേഷിലേക്കാണ്. രാഹുൽ, ഇപ്പോൾ വലിയ പ്രതിഷേധം നടക്കുന്നു. ഇപ്പോൾ ബിഷപ്പ് തന്നെ കൃത്യമായി അവരുടെ നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇതിങ്ങനെ തുടർന്നു പോയാൽ വന്യമൃഗങ്ങളെ ആ പ്രദേശത്തുള്ളവർ തന്നെ വെടിവെച്ചു കൊല്ലും. അതോടൊപ്പം തന്നെ അദ്ദേഹം പറയുന്നു, ഇതിങ്ങനെ പോവുകയാണെങ്കിൽ ആ പ്രദേശത്തിൻ്റെ ഭരണം അത് ഏറ്റെടുക്കുകയും ചെയ്യും. അതിനുള്ള സംവിധാനവും ശക്തിയും ഒക്കെ ഉണ്ട് എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മുന്നറിയിപ്പും നൽകുന്നു. അസ്മിത, നാട്ടുകാരുടെ പ്രതിഷേധത്തിന് പിന്നാലെ താമരശ്ശേരി രൂപതയും പ്രതിഷേധം കടുപ്പിക്കുകയാണ്. സർക്കാരിന് മുന്നറിയിപ്പ് നൽകുകയാണ് ഈ വിഷയത്തിൽ താമരശ്ശേരി ബിഷപ്പ് ചെയ്തത്. അല്പം മുമ്പാണ് കക്കയം ഫോറസ്റ്റ് ഓഫീസിന് മുന്നിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രതിഷേധ ധാരണ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. ആ ഉദ്ഘാടന പ്രസംഗത്തിലായിരുന്നു അദ്ദേഹം സർക്കാരിന് ഒരു മുന്നറിയിപ്പ് കൂടി നൽകിയിട്ടുള്ളത്. അതിൽ പറയുന്നതനുസരിച്ച് നടപടി ഉണ്ടായില്ലെങ്കിൽ മലയോര മേഖലയിലെ ഭരണം ഏറ്റെടുക്കാനും തങ്ങൾക്ക് മടിയില്ല എന്ന് അദ്ദേഹം പറയുന്നു. ഇനി മൃഗങ്ങൾ നാട്ടിലിറങ്ങിയാൽ തങ്ങൾ തന്നെ വെടിവെച്ച് കൊല്ലുമെന്ന ഒരു മുന്നറിയിപ്പ് താമരശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും കൂടി ഉണ്ടാവുകയാണ്. മൃഗങ്ങളെ കാട്ടിൽ നിർത്താൻ വനം വകുപ്പിനായില്ലെങ്കിൽ ജനങ്ങൾ ആ നടപടിക്രമങ്ങളിലേക്ക് കടക്കുമെന്നാണ് അദ്ദേഹം പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. അതിനുള്ള സംവിധാനം ജനങ്ങൾക്കുണ്ട്, താമരശ്ശേരി രൂപതയ്ക്കുണ്ടെന്ന് അദ്ദേഹം പറയുന്നു. അതോടൊപ്പം മുഖ്യമന്ത്രിയും വനം വകുപ്പിനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമനിർമ്മാണം സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേനെ എന്നൊരു കാര്യം കൂടിയാണ് താമരശ്ശേരി ബിഷപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഈ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുക്കാൻ കൂടി വെല്ലുവിളിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും. ഇപ്പോഴും നിലവിലൂടെ പ്രതിഷേധം തുടരുകയാണ്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ജനങ്ങൾ ഇപ്പോഴും ഫോറസ്റ്റ് ഓഫീസിന്റെ മുന്നിൽ തുടരുകയാണ്. ഈ പ്രതിഷേധങ്ങളിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഇതിൽ 3 കാര്യങ്ങളിൽ ഉറപ്പ് ലഭിച്ചിട്ടുണ്ട്. അതിലൊന്ന് അബ്രഹാമിന്റെ കുടുംബത്തിലെ ഒരാൾക്ക് ജോലി, അബ്രഹാമിന്റെ ഭാര്യയുടെ ചികിത്സാ ചെലവ്, ഇതുൾപ്പെടെയുള്ള 3 കാര്യങ്ങളിൽ ഉറപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ അത് രേഖാമൂലം ലഭിക്കാതെ ഈ സമരത്തിൽ നിന്നും പിന്നോട്ടില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
പറയുന്നത് ഇന്ന് രാത്രിയോടുകൂടി രേഖാമൂലം ആ അറിയിപ്പുകൾ തങ്ങൾക്ക് ലഭിക്കുകയാണെങ്കിൽ സമരം പിൻവലിക്കും, അല്ലെങ്കിൽ ഉപവാസ സമരവുമായി മുന്നോട്ട് പോകാനാണ് നിലവിലെ തീരുമാനം. അങ്ങനെ വരികയാണെങ്കിൽ നാളെ ആയിരിക്കും നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ നടക്കാൻ പോകുന്നത്. നിലവിൽ അബ്രഹാമിന്റെ മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണുള്ളത്. രേഖാമൂലം ഉറപ്പ് ലഭിക്കാതെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് സമ്മതിക്കില്ല എന്ന കാര്യം കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയിരുന്നു. അങ്ങനെ വരികയാണെങ്കിൽ നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ ഉണ്ടാകുക. അതോടൊപ്പം ഈ കാട്ടുപോത്തിനെ വെടിവെക്കാനുള്ള ഉത്തരവ് കൂടി ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ ഉത്തരവിൽ 3 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, അക്രമകാരിയായ കാട്ടുപോത്തിനെ കണ്ടെത്തണം. തുടർന്ന് മയക്കുവെടി വെക്കാനായില്ലെങ്കിൽ വെടിവെച്ച് കൊല്ലാം. ഈ 3 കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ ഒരു അവ്യക്തത നിലനിൽക്കുകയാണ്. കാരണം ഒന്നിലധികം കാട്ടുപോത്തുകൾ ഈ പ്രദേശത്ത് ഇറങ്ങിയിട്ടുണ്ടെന്ന് ആളുകൾ തന്നെ പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അക്രമകാരിയായ കാട്ടുപോത്തിനെ വനം വകുപ്പ് എങ്ങനെ കണ്ടെത്തുമെന്ന ചോദ്യം ആളുകളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. അതിനിടെയാണ് അല്പം മുമ്പ് വലിയ പ്രതിഷേധം ഉണ്ടായത്. അതിന് പ്രധാനപ്പെട്ട കാരണമായി അവർ പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ അല്പം മുമ്പ് നാട്ടുകാർ ഈ കാട്ടുപോത്തിനെ കണ്ടു എന്നാണ് പറയുന്നത്. അതിന് പിന്നാലെയാണ് ഈ ഫോറസ്റ്റ് ഓഫീസിനുള്ളിലേക്ക് ഇരച്ചു കയറാനായി ആളുകളുടെ ഒരു ശ്രമം നടന്നത്. അത് പോലീസ് തടയുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസും ജനങ്ങളും തമ്മിൽ നേരിയ വാക്കേറ്റവും ഉന്തും തള്ളും ഉണ്ടായത്. നിലവിൽ ആളുകൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ കൂടി പ്രതിഷേധം അത് നേരിയ തോതിൽ അവസാനിച്ചിട്ടുണ്ട്. ഈ ഉത്തരവ് ഇറങ്ങുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും നാട്ടുകാരും അതോടൊപ്പം തന്നെ എബ്രഹാമിന്റെ കുടുംബവും ഉള്ളത്. സ്മിത. ശരി, രാഹുൽ സുരേഷാണ് അവിടെ നിന്നുള്ള വിവരങ്ങളുമായി ചേർന്നത്. ഒപ്പം ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, ഇപ്പോൾ ഈ പ്രതിഷേധങ്ങളൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. അതിനിടയിൽ തന്നെയാണ് അടിയന്തരമായി ഇങ്ങനെയൊരു സമിതി, ഈ വന്യജീവി സംഘർഷം, അക്രമങ്ങൾ, അത് പ്രത്യേക ഒരു ദുരന്തമായി തന്നെ, സംസ്ഥാന ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കുന്നു. അതിനുവേണ്ടി പ്രത്യേക സമിതി രൂപീകരണം വരുന്നു. വളരെ ആശാവഹമായ ഒരു തീരുമാനമാണ് എന്നുള്ള രീതിയിൽ തന്നെ പ്രതികരണങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ പ്രശ്നങ്ങൾ ഒരു ഭാഗത്ത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു, പ്രതിഷേധങ്ങളും. സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് കഴിഞ്ഞ 1.5 മാസത്തിനിടെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളിൽ പൊലിഞ്ഞവരുടെ എണ്ണം അല്ലെങ്കിൽ ജീവൻ നഷ്ടമായവരുടെ എണ്ണം അത് ഞെട്ടിക്കുന്നതാണ്. ഈ സാഹചര്യം അതൊരു പ്രതിഷേധമായി മാറിയപ്പോഴാണ് സംസ്ഥാന സർക്കാർ അടിയന്തര ഇടപെടലിന് ഒരുങ്ങിയിട്ടുള്ളത്. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പ്രത്യേകം ഈ വിഷയം ചർച്ച ചെയ്തു. അങ്ങനെയാണ് മനുഷ്യ വന്യജീവി സംഘർഷം സംസ്ഥാന ദുരന്തമായി, നിലവിൽ ഇപ്പോൾ സംസ്ഥാന പ്രത്യേക ദുരന്തമായി സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ദുരന്ത നിവാരണ അതോറിറ്റി കൂടി ഉൾപ്പെട്ടതായിരിക്കും ഇനി വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള തുടർ നടപടികൾ. മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ വകുപ്പായ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാകും ഇനി ഇത്തരം പ്രവർത്തനങ്ങൾ എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വിവിധ തലങ്ങളിലായി 4 സമിതികൾ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി അധ്യക്ഷനായ മന്ത്രിതല സമിതിയിൽ വനം, റവന്യൂ, തദ്ദേശ സ്വയംഭരണം, പട്ടികജാതി പട്ടികവികസന വകുപ്പ് മന്ത്രിമാരും ഉണ്ടാകും. ചീഫ് സെക്രട്ടറി അധ്യക്ഷനായാണ് ഉദ്യോഗസ്ഥ സമിതി. ജില്ലാ സമിതിയിൽ ജില്ലാ ചുമതലയുള്ള മന്ത്രിയും ജില്ലാ കളക്ടറും ജില്ലാ മെഡിക്കൽ ഓഫീസറും DFO അടക്കമുള്ള ആളുകളും ഉണ്ടാകും എന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ മറ്റു ചില തീരുമാനങ്ങൾ കൂടി ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ മനുഷ്യ വന്യജീവി സംഘർഷങ്ങളുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുണ്ട്. ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള സ്പെഷ്യൽ നോഡൽ ഓഫീസറായി നിയമിച്ചു. നഷ്ടപരിഹാര തുക വേഗത്തിൽ നൽകാൻ വനം മേധാവിക്ക് ചുമതല നൽകാനും തീരുമാനമായിട്ടുണ്ട്. കൂടാതെ ഈ നഷ്ടപരിഹാര തുക അടക്കമുള്ള കാര്യങ്ങൾക്കുള്ള ചെലവിനെ ട്രഷറി നിയന്ത്രണത്തിൽ നിന്ന് ഒഴിവാക്കാനും തീരുമാനമായി. വന്യജീവി സംഘർഷം ഉണ്ടാകുമ്പോൾ നിരീക്ഷണത്തിന് സാധാരണഗതിയിൽ ദുരന്ത ഉണ്ടാകുമ്പോൾ അതിനെ നിരീക്ഷിക്കുന്നതിന് സെക്രട്ടറിയുടെ ഒരു കൺട്രോൾ ഉണ്ടാകും. അങ്ങനെ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനി മുതൽ വനം വകുപ്പ് ആസ്ഥാനത്തൊരു നിരീക്ഷണത്തിനൊരു കൺട്രോൾ റൂം ഉണ്ടാകും. നിരന്തരം സംഘർഷം ഉണ്ടാകുന്ന സ്ഥലങ്ങളിൽ ജാഗ്രതയ്ക്കായി കൂടുതൽ താൽക്കാലിക വാച്ചർമാരെ നിയോഗിക്കും. നിലവിലുള്ള റാപ്പിഡ് റെസ്പോൺസ് ടീമുകളെ ജീവനക്കാരെയും ഉപകരണങ്ങളും കൊടുത്ത് ശക്തിപ്പെടുത്താനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്. ഒപ്പം കേരള, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിലെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുൾപ്പെട്ട ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി യോഗങ്ങൾ ചേരാനും മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. സ്മിത. ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കൂടി പോകുന്നു. കോതമംഗലത്ത് നടന്ന കോൺഗ്രസിന്റെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന്റെ ജാമ്യാപേക്ഷയിൽ വിധി ഉടൻ ഉണ്ടാകും. കോതമംഗലം DYSP ആക്രമിച്ചിരുന്ന കേസിൽ വാദം പൂർത്തിയായി. അതേസമയം പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് കോടതിയിൽ നാടകീയമായ രംഗങ്ങളാണ് അരങ്ങേറിയത്. 2 കേസുകളിൽ DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിന് ജാമ്യം നൽകി. അതിനു പിന്നാലെ കോടതി വളപ്പിൽ വെച്ച് മറ്റൊരു കേസിൽ കസ്റ്റഡിയിലെടുക്കാൻ ഒരുങ്ങിയത് സംഘർഷത്തിനിടയാക്കുകയും ചെയ്തു. ശ്രീകാന്ത് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. ശ്രീകാന്ത്, ഒന്നിനു പുറകെ ഒന്നായി കേസെടുക്കുന്നു. ആദ്യത്തെ 2 കേസുകളിൽ അറസ്റ്റ് തടയുന്നു, കോടതിയുടെ ഉത്തരവുണ്ടാകുന്നു. പക്ഷേ മറ്റൊരു കേസ് അപ്പോഴേക്കും അതിലൊരു പരാതി ഉണ്ടെന്ന് പറയുന്നു. കോടതിയിലേക്ക് ഓടിക്കയറുന്നു മുഹമ്മദ് ഷിയാസ്. ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നു. എന്തെല്ലാം കാര്യങ്ങളാണ് വാദത്തിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത്? മറുഭാഗത്തിന്റെ വാദം എന്തായിരുന്നു? രാവിലെ 11 മണിക്ക് തുടങ്ങിയതാണ് ഈ നാടകീയമായ സംഭവ വികാസങ്ങൾ. ഇപ്പോൾ 7 മണിയോടടുക്കുന്നു. ഇപ്പോഴും DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് കോടതി മുറിയിൽ തന്നെയാണ്. DYSPയെ ആക്രമിച്ചു എന്ന ആരോപണത്തിൽ
അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ കോടതി അല്പസമയം മുമ്പ് പരിഗണിച്ചു. അതിൽ വിധി പറയാനായി മാറ്റിയിരിക്കുകയാണ്. പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യം സ്ഥിരം കുറ്റവാളിയാണ് ഷിയാസ് എന്നുള്ളതാണ്. 62 കേസുകൾ ഷിയാസിനെതിരെ ഉണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പോലീസിനെ ആക്രമിച്ച കേസിലെ പ്രതിയെ വെറുതെ വിടുന്നത് സമൂഹത്തിൽ ഒരു തെറ്റായ സന്ദേശം നൽകും എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പക്ഷേ അതിനെ ഖണ്ഡിക്കുന്ന വാദങ്ങൾ ഷിയാസിന്റെ അഭിഭാഷകൻ നിരത്തി. അദ്ദേഹം ചൂണ്ടിക്കാണിച്ച കാര്യം പ്രതിഷേധത്തിന്റെ ഭാഗമായി നടന്ന സംഘർഷമാണ്. അതിനപ്പുറത്തേക്ക് ബോധപൂർവം പോലീസിനെ ഉപദ്രവിക്കണം എന്നാരും വിചാരിച്ചിട്ടില്ല. അത് ഈ കാട്ടാനശല്യം മൂലമുള്ള പ്രശ്നങ്ങൾ, അതൊരു വൈകാരിക വിഷയമായിരുന്നു. പൊതുജനങ്ങൾ അടക്കമുള്ളവർ ഉണ്ടായിരുന്നു. താനൊരു പൊതുപ്രവർത്തകനാണ്. ഇത്തരം വിഷയങ്ങൾ കണ്ടാൽ തനിക്ക് ഇടപെടാതിരിക്കാനാകില്ല. അതിന്റെ ഭാഗമായി നടന്നതാണ് ഈ സംഘർഷം എന്ന് ഷിയാസും പറയുകയുണ്ടായി. ഇന്ന് രാവിലെ 2 കേസുകളിൽ മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടനും ജാമ്യം നൽകി. അവർ പുറത്തെത്തി മാധ്യമങ്ങളെ കണ്ടതിന് പിന്നാലെ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഷിയാസിനെ കസ്റ്റഡിയിലെടുക്കാൻ ശ്രമിച്ചു. അത് വേറൊരു കേസിലാണ്. അതായത് പോലീസിന്റെ വാഹനം തകർത്ത് അതിലെ താക്കോൽ മോഷ്ടിച്ചു എന്നുള്ളതായിരുന്നു കുറ്റം. പക്ഷേ അത് അപ്പോഴത്തേക്കും ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യവുമായി പോയി. CS ഡയസിന്റെ ബെഞ്ച് അത് പരിഗണിച്ചു, മുൻകൂർ ജാമ്യം അനുവദിക്കുകയും ചെയ്തു. അതിന്റെ ആശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോഴാണ് തൊട്ടടുത്ത കേസ് വീണ്ടും കോടതിയിലേക്ക് എത്തുന്നത്. ഡിവൈഎസ്പി ആക്രമിച്ചു എന്ന കേസ്. അതിൽ കോടതിയിൽ കീഴടങ്ങി ജാമ്യാപേക്ഷ സമർപ്പിച്ചു. പോലീസ് അതിനെ എതിർത്തു. ഇപ്പോൾ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു. ഈ കോടതി വളപ്പ് നിറയെ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ്. ഒപ്പം പോലീസും ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ശരി, ശ്രീകാന്താണ് വിവരങ്ങളുമായി ചേർന്നത്. വിധി ഉടൻ ഉണ്ടാകുമെന്നാണ് ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്തത്. ആ വാർത്ത വരുമ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തുകയും ചെയ്യും. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് കൂടി കടക്കുന്നു. മലപ്പുറം മഞ്ചേരി കാരക്കുന്നിൽ കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഡ്രൈവർ മരിച്ചു. പഴയടം തടിയമ്പുറത്ത് ഷഫീഖാണ് മരിച്ചത്. തിരുവനന്തപുരത്ത് വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. പാലക്കാട് മലമ്പുഴ കവയിൽ ഡാമിൽ വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിയിൽ അകപ്പെട്ടു. 2 മണിക്കൂർ കഴിഞ്ഞാണ് ആനയെ കാടുകയറ്റാൻ കഴിഞ്ഞത്. മഞ്ചേരി കാരക്കുന്ന് ആലുങ്ങലിൽ ഇന്നലെ രാത്രി 9 മണിയോടെയാണ് അപകടമുണ്ടായത്. കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോ വെട്ടിച്ചപ്പോൾ നിയന്ത്രണം വിട്ട് മറയുകയായിരുന്നു. മഞ്ചേരി പഴയടം തടിയമ്പുറത്ത് ഷഫീഖാണ് മരിച്ചത്. ഗൾഫിൽ പോകുന്ന ഭാര്യ സഹോദരനെ യാത്രയാക്കാൻ പോകുമ്പോഴാണ് ഷഫീഖ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്ത് നിരന്തരം കാട്ടുപന്നി ശല്യമുള്ളതായി നാട്ടുകാർ പറഞ്ഞു. പന്നി ശല്യം സ്ഥിരമായിട്ട് കാണാറുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മളൊരു 9, 10, 11 മണിന്റെ ഉള്ളിൽ ആയിക്കൂടെ പോരുമ്പോൾ പലപ്പോഴായിട്ട് ഞാൻ തന്നെ ഈ പന്നികൾ ക്രോസ് ചെയ്യണത് കണ്ടിട്ടുണ്ട്. പലപ്പോഴായിട്ട് അപകടം സംഭവിച്ചിട്ടുണ്ട്. കുറെ മുമ്പേ ഉണ്ട്. അപ്പം അതിനൊരു നടപടി കാര്യങ്ങളൊന്നും ഇതുവരെ ആയിട്ടില്ല. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് പാലുമായി പോയ വയോധികനെ കാട്ടുപന്നി ആക്രമിച്ചു. മുണ്ടക്കൽ വാരം സ്വദേശി വിജയൻ നായർക്കാണ് പരിക്കേറ്റത്. കാലിനു പരിക്കേറ്റ വിജയനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലമ്പുഴ കവയിൽ ഡാമിൽ നിന്ന് വെള്ളം കുടിക്കാനെത്തിയ കാട്ടാന ചെളിക്കുളത്തിൽ അകപ്പെട്ടു. ഇന്ന് പുലർച്ചെയാണ് സംഭവം. 2 മണിക്കൂറോളം ചെളിയിൽ അകപ്പെട്ട കൊമ്പനെ ഒടുവിൽ കാട് കയറ്റി. ജലാശയത്തിൽ വെള്ളം കുറവായതിനാൽ കൂടുതൽ അടുത്തേക്ക് പോയതിനാലാണ് ചെളിയിലകപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഏറെ നേരം ശ്രമിച്ചെങ്കിലും ആനയ്ക്ക് കരയിലേക്ക് കയറാനായില്ല. തുടർന്ന് വനംവകുപ്പ് RRT സംഘവും മലമ്പുഴ എലഫന്റ് സ്ക്വാഡും ചേർന്ന് ആനയെ രക്ഷപ്പെടുത്തി. 2 മണിക്കൂറോളം ചെളിയിൽ കുടുങ്ങിക്കിടന്ന ശേഷമാണ് ആനയെ കരക്കെത്തിക്കാനായത്. രക്ഷപ്പെടുത്തിയ ആനയെ പിന്നീട് കാട് കയറ്റി. ചെറിയ മഡ്പൂളായിരുന്നു. അപ്പോൾ അതിൽ നമ്മുടെ വെറ്റിനറി സർജൻ്റെ നിർദ്ദേശപ്രകാരം ഈ മെടഞ്ഞ പട്ട പോലുള്ള സംഭവങ്ങൾ അത് ഡ്രിപ്പാക്കി കൊടുത്തപ്പോൾ അത് കയറി വരികയും ചെയ്തു. കണ്ണാടി വടക്കുമുറിയിൽ ലോറിയിൽ നിന്ന് വിരണ്ടോടി നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയ അക്കരമേൽ ശേഖരൻ എന്ന നാട്ടാനയ്ക്ക് 15 ദിവസത്തെ വിലക്കേർപ്പെടുത്തി. 15 ദിവസത്തേക്ക് ആനയെ ഉത്സവങ്ങളിൽ എഴുന്നള്ളിക്കരുതെന്നാണ് വനംവകുപ്പ് നിർദ്ദേശം. ആന 2.5 കോടിയിലേറെ രൂപയുടെ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയെന്നാണ് ജില്ലാ ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ. 24 പാലക്കാട്, മലപ്പുറം. സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിൽ നിന്ന് കൂടുതൽ നിയമനം ആവശ്യപ്പെട്ട് ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ നടത്തിയ സമരത്തിനിടെ സംഘർഷം. റോഡ് ഉപരോധിച്ച സമരക്കാരെ അറസ്റ്റ് ചെയ്യുന്നത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞു. പ്രതിഷേധത്തിനിടെ പോലീസും പ്രവർത്തകരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. പോലീസ് ഗോ ബാക്ക് മുദ്രാവാക്യവുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധിക്കുകയും ചെയ്തു. പോലീസുകാരോട് പറയാനായിട്ടുള്ളത് കൂടുതലൊന്നും ഇപ്പൊ പറയുന്നില്ല. ആദ്യം അവന്റെ കാര്യം നോക്കട്ടെ. അജീഷ് ജയകുമാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. അജീഷ്, അതുവരെ സംയമനം പാലിച്ചിരുന്ന പോലീസ് ഈ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വരികയും അതിനിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളിയാകുന്നു, ഉന്തും തള്ളും ഉണ്ടാകുന്നു, പിന്നീട് ലാത്തിചാർജിലേക്ക് വരെ കാര്യങ്ങൾ പോകുന്നു. ആ രീതിയിലൊരു സംഘർഷത്തിലേക്ക് കടക്കുകയായിരുന്നു അല്ലേ?
തീർച്ചയായും സ്മിത, ഇന്ന് വൈകിട്ട് നമ്മൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കണ്ടത് വളരെ കലുഷിതമായ ഒരു സാഹചര്യമായിരുന്നു. തൊട്ടടുത്തടുത്തായിരുന്നു യൂത്ത് കോൺഗ്രസിന്റെയും അതേപോലെ തന്നെ CPO ഉദ്യോഗാർത്ഥികളുടെയും സമരപ്പന്തലുകൾ. ഈ CPO ഉദ്യോഗാർത്ഥികൾ MG റോഡ് ഉപരോധിച്ച് സമരം നടത്തുമ്പോഴായിരുന്നു അപ്പോൾ തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെയും JS പ്രകടനം ഇവിടെ ഇങ്ങോട്ട് വന്നത്. ഇവർ രണ്ടുപേരും ചേർന്ന് പോലീസുമായി പിന്നീട് ഉണ്ടും തള്ളും ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടാവുകയും ചെയ്തു. ഈ സമയത്താണ് നിരവധി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. അതിൽ ഒരു KSU പ്രവർത്തകന്റെ പരിക്ക് അല്പം ഗുരുതരമാണ്. അദ്ദേഹത്തെ ജനറൽ ആശുപത്രിയും അവിടുന്ന് തുടർന്ന് ഇപ്പോൾ മറ്റൊരു സ്വകാര്യ ആശുപത്രിയിലേക്കും മാറ്റിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പരിക്ക് ഗുരുതരമാണ്. നിലവിൽ അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ലെന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ഒരു ഹെൽമറ്റ് ധരിച്ചെത്തിയ ഒരു സിവിൽ പോലീസ് ഓഫീസർ മർദ്ദിച്ചു എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ ആരോപിക്കുന്നത്. ഈ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കണമെന്ന് ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് അദ്ദേഹത്തിന്റെ ചിത്രം അടക്കം ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ MG റോഡ് ഉപരോധിച്ച് ഇവിടെ പ്രതിഷേധിക്കുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കണമെന്നാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആവശ്യം. കാരണം നേരത്തെ ഈ സമരം നടത്തിയപ്പോൾ AC-യുടെ വാക്കുകേട്ട്, അതായത് അറസ്റ്റ് ചെയ്ത ഈ 19 CPO ഉദ്യോഗാർത്ഥികളൊപ്പം തന്നെ KSU പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിയിരുന്നു. ഇതിൽ ആർക്കെതിരെയും കേസെടുക്കില്ലെന്ന് AC ഉറപ്പ് നൽകിയിരുന്നു. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് അന്ന് വൈകിട്ട് സമരം അവസാനിപ്പിച്ചത്. പിന്നീട് ഇപ്പോൾ ഈ KSU പ്രവർത്തകരുമായി നമുക്കൊപ്പം ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇനി പ്രേക്ഷകർക്കൊപ്പം ജനകീയ വാർത്താ മണിക്കൂറുകളുടെ സമയമാണ്. ഉന്മേഷ് ശിവരാമൻ ചേരുന്നു. പൊതുജനം കഴുതയല്ല സർ. നമസ്കാരം.